മലയാള സിനിമയിൽ നായകനായി വന്ന് സ്വഭാവ നടനായും പിന്നീട് ഒട്ടേറെ ചിത്രങ്ങളിൽ വില്ലനായും പിന്നെ കോമഡി കഥാപാത്രങ്ങളായി നമ്മളെ ചിരിപ്പിച്ചും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഭീമൻ രഘു പുതിയ വേഷപ്പകർച്ചയുമായി എത്തുന്നു. മലയാള ചലച്ചിത്ര ലോകവും പ്രേക്ഷകരും ഇന്നേവരെ കാണാത്ത പുതിയൊരു വേഷവുമായാണ് ഭീമൻ രഘു എത്തുന്നത്. താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചാണ എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായാണ് താരം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. கத்திராகணுமா அம்மா அம்மா கத்திராகணுமாம்மா ஹாய் ഇത് ചാണയിലെ കനകനല്ല, ചാണയിലെ കനകൻ്റെ വേഷം ചെയ്ത് നിങ്ങളുടെ ഭീമൻ രഘുചേട്ടനാണ് ഞാൻ. അതാണ് ഈ വേഷം. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞത്, ഇതിപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് കായംകുളം രഘുവായിട്ടാണോ അതോ പടത്തിൽ അഭിനയിച്ച സേതുക്ക എന്ന് പറഞ്ഞ കഥാപാത്രം? കായംകുളം രഘുവായിട്ട് തന്നെ കായംകുളം രഘുവായിട്ട് തന്നെ. അപ്പം ഞാൻ മറ്റേ കനകനായിട്ടല്ല വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഭീമൻ രഘുചേട്ടൻ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു കഥാപാത്രം അവതരിപ്പിച്ച കനകനായിട്ട് അവതരിപ്പിച്ച് ഭീമൻ രഘുവായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ കായംകുളത്തെ വിശേഷങ്ങൾ, അതായത് ഷൂട്ടിംഗ് സമയത്ത് എന്തൊക്കെ അനുഭവങ്ങൾ, നിങ്ങൾ ചെയ്ത കഥാപാത്രത്തിന് എന്തൊക്കെ അനുഭവങ്ങളുണ്ടായിരുന്നു? നിങ്ങൾക്ക് അതിനകത്തെ കഥാപാത്രം എന്തായിട്ടായിരുന്നു? സെയ്തെന്ന് പറഞ്ഞൊരു ലോറി ഡ്രൈവർ. അപ്പോൾ ഈ കനകനെ തമിഴ്നാട്ടിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു, എൻ്റെ കായംകുളത്ത്, അതായത് ആ ഗ്രാമത്തിൽ താമസിപ്പിക്കുന്നു. അപ്പോൾ കായംകുളം എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേരെന്താണ്? മങ്കുഴി എന്ന് പറഞ്ഞൊരു ഗ്രാമം. അല്ല, മങ്കുഴി ഗ്രാമം. നമ്മൾ സിനിമയിൽ എങ്ങനെ പ്രത്യേക പേര് വല്ലതും കൊടുത്തിട്ടുണ്ടോ? സിനിമയിൽ നമ്മൾ പ്രത്യേകം പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ തമിഴ് നെയിമാണ്. അത് ഓക്കെ, അതെന്തായാലും കേട്ടോ, വാട്ടർ മതി. അപ്പോൾ നമുക്കിനി വേണ്ടത്, നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ പടത്തിൽ ചെയ്തത്. അതെ അതെ. അപ്പോൾ ഭീമൻ രഘു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിൽ ചെയ്യാൻ ഭീമൻ ഡയറക്ടറായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഇതെന്തായിരുന്നു? ഭീമൻ എൻ്റെ മനസ്സിലുണ്ടായെന്ന് പറഞ്ഞാൽ, ഇത്രയും 10-40 വർഷമായിട്ട് സിനിമയിലുള്ള ഒരാൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു, അതും വലിയൊരു നല്ല സിനിമ, പിന്നെ അതിലേക്ക് വരുന്ന പറയുമ്പം പിന്നെ എനിക്ക് വേറെ ഒന്നും അല്ല, അതല്ല ഞാൻ ചോദിക്കുന്ന അതല്ല. ഭീമൻ രഘു എന്ന് പറഞ്ഞാൽ ഒരുപാട് പടങ്ങളിൽ അടിയിടിയും കുത്തുമെട്ടും ഒക്കെ ആയിട്ട് നടന്ന ഒരു പാർട്ടിയാണ്. അയാളിനി ഇവിടെ വന്നു കഴിയുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് നമുക്ക് ഇടി കിട്ടുമോ, കുത്തു കിട്ടുമോ, വെട്ടു കിട്ടുമോ, അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം പേടിയായിരുന്നു. അതാണ് കിട്ടിയിട്ടുണ്ട്. അതാണ്, അതായത് ആ കഥാപാത്രം പറഞ്ഞു കൊടുത്തിട്ട് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യാതിരുന്നപ്പോൾ ഭീമൻ രഘുവിന്റെ ശൈലിയിൽ വരാതിരുന്നത് കൊണ്ട് അതാ എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ അതിനകത്തുള്ള എല്ലാ കഥാപാത്രങ്ങളും നാടകത്തിൽ നിന്ന്, ഇദ്ദേഹം അടക്കം നാടകത്തിൽ നിന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഈ നാടക സ്റ്റൈൽ, നാടക ചൊവയുണ്ട്. അതൊക്കെ ഞാൻ മാറ്റാൻ വേണ്ടി ഒരു വലിയ ചൂരോടി എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ട്. ഇത് കാണുമ്പോൾ ഇവരെല്ലാം ഇപ്പം നീച്ചിരിക്കുന്നത് ആ സമയത്ത് ഇവരൊക്കെ ചിരിയായിരുന്നില്ല, ഇവരുടെയൊക്കെ മുഖമൊന്നും പ്രത്യേകിച്ച്. പക്ഷേ ഒരു 5-6-7 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കാര്യം ഞാൻ പറയാം, അത് ഒരു വ്യക്തിപരമായിട്ടുള്ളതല്ല, ആ സിനിമയിൽ ആ കഥാപാത്രത്തെ അങ്ങനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയാണ്. അതാണ്. അപ്പോൾ ആ ഇതിനകത്തുള്ള കഥാപാത്രം എന്ന് പറഞ്ഞൊരു പ്രത്യേക കഥാപാത്രം എന്ന് പറഞ്ഞാൽ കനകൻ എന്ന് പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കയറുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ വരുന്നത് ഈ സേതുക്ക എന്ന് പറയുന്ന ലോറി ഡ്രൈവറുടെ ലോറിക്കകത്തിരുന്നുകൊണ്ടാണ് ഈ കഥാപാത്രം കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിനകത്തൊരു പാട്ടുമൊക്കെയാണ്, ഞാൻ തന്നെ പാടി, ഒത്തയടിപ്പാതയിലെ നിത്തമെன்று തേടി സുത്തമടി പാവയിലെ വെത്തല പോൽവാടുതടി. അങ്ങനെ ആ ഒരു 4 വരി പല്ലവി മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ, ബാക്കി നമുക്ക് സിനിമയിൽ കാണാം, അല്ല കേൾക്കാം. അപ്പോൾ ഈ പാട്ടും പാടിയിട്ട് വന്നിറങ്ങുന്നത് അവിടുത്തെ ഒരു വലിയ, അതായത് ഇവരൊക്കെ താമസിക്കുന്ന ഒരു വലിയ ഗ്രാമത്തിലാണ് വന്നിറങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു ചായക്കടയുണ്ടല്ലേ, ചായക്കടയിലെ അവിടെ കൊണ്ടിറങ്ങുന്നത്. അവിടുന്ന് ഓരോ കഥാപാത്രത്തെ നമ്മൾ ചായക്കടയിൽ കൂടി പരിചയപ്പെടുകയാണ്. ഈ പരിചയപ്പെട്ട് കഴിഞ്ഞ് ഓരോ ആൾക്കാർ വരുന്നു, ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്നു. അതിനകത്ത് ഈ പറയുന്ന ഈ നിൽക്കുന്ന രഘു കായംകുളം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ മനുഷ്യനെ പോലെ തന്നെ എല്ലാവരെയും പേടിപ്പിച്ചും മിരട്ടിയൊക്കെയാണ് ഞാൻ ചെയ്യിപ്പിച്ചത്. പക്ഷേ അത് ഇവിടെ വന്ന് സജിയുടെ സ്റ്റുഡിയോ, സ്റ്റുഡിയോയിൽ വന്ന് അത് ഡബ് ചെയ്യാൻ കയറ്റി, എഡിറ്റ് കഴിഞ്ഞ് ഡബ് ചെയ്യാൻ കയറ്റിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇത്രയും മനോഹരമായിട്ട് അവരത് ചെയ്തു, അല്ലെങ്കിൽ അവരത് അവതരിപ്പിച്ചു. അപ്പോൾ എനിക്കതിലുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഡബിങ് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് അല്ലേ, പുതിയ ആൾക്കാർക്ക്
ഇതിലുള്ള വോയിസ് എല്ലാം ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിക്കണം. അപ്പോൾ എനിക്കൊരു വാശിയുണ്ടായിരുന്നു, ഇതിൽ അഭിനയിപ്പിച്ച എല്ലാവരെയും കൊണ്ട് എനിക്കിത് ചെയ്യിക്കണമെന്ന്. അങ്ങനെ ഇവരൊക്കെ വിളിച്ചു. പക്ഷേ എനിക്കതിൽ ഏറ്റവും സന്തോഷമായിട്ട് എൻ്റെ ഹീറോയിനി എന്ന് പറഞ്ഞാൽ എൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ആദ്യം വേറൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വെച്ച് ഞാൻ ചെയ്തു, അതിന് പൈസയും കൊടുത്ത് വിട്ടാണ്. പക്ഷേ എൻ്റെ മനസ്സിലൊരു തോന്നൽ, ആ കുട്ടി വന്നാൽ ചിലപ്പോൾ ഇത് നന്നാവും എന്നുള്ളൊരു തോന്നൽ. അതാരാണ് ആ കുട്ടിയെന്ന് ചോദിച്ചില്ല, എന്നാൽ ഞാൻ തന്നെ പറയാം, ഇത് ഈ നിൽക്കുന്ന മനുഷ്യൻ്റെ മകളാണ്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള കഥാപാത്രം. അപ്പോൾ അവളെ വരുത്തുകയും അവളത് ഡബ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, അതായത് ഒറ്റ ടേക്കിന് അവൾ ഓരോന്നും റെഡിയായി, അതായത് കറക്റ്റ് പഞ്ച്, കറക്റ്റ് ഇത് ലിപ്പിന് അവൾ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തെ ഡബ് ചെയ്യാൻ വിളിച്ചു. ഇദ്ദേഹത്തിന് ആദ്യം കുറച്ച് പരിങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും മനോഹരമായിട്ട് ഡബ് ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ എല്ലാവരും ചെയ്തു. അത് ഭയങ്കര ഒരു സന്തോഷം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും അതായത് തമിഴ്നാട്ടിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന ഒരു കഥാപാത്രം, അവിടെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഇയാളുടെ പൊണ്ടാട്ടി, അതായത് ഭാര്യ മരിക്കുന്നു. ഞാൻ അല്പം തമിഴിലേക്ക് വരാം, അവർ കുറച്ച് സുഖമുണ്ട് അല്ലേ. அப்போ அங்கே இருந்து ரொம்ப கஷ்டப்பட்டு அங்கே இருந்து கேரளாவுக்கு வரும்போது இந்த பொண்ணு மட்டும்தான் என் கூட இருக்கிறது இல்லையா. அதுக்கு வந்து செவி கேட்கலாம், ஆனால் பேச முடியாது. அப்போ ആ ഒരു കഥാപാത്രത്തെ കയ്യിൽ വെച്ച് അതുമായിട്ട് കേരളാവിൽ കൂടി என்னென்ன பண்ணணும். ஆனால் அந்த சேதுக்கிட்ட எப்போதும் கேட்பாங்க, சார் அந்த இடத்துல போனால் எப்படி இருக்கும், இந்த இடத்துல போனால் காசு கிடைக்கும், நல்ல காசு கிடைக்கும் കനക, നീ പോയി പാറ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ പോന്നു. ജീവിതം അങ്ങനെ പോകുന്നെങ്കിൽ കൂടിയും ഓരോ സ്ഥലത്തും അല്ലേ, നമുക്ക് ഓരോ സ്ഥലത്ത് ഈ കുട്ടിക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമായിട്ട് മാറുകയാണ്. சென்னை தமிழ்நாட்டில் எப்படி இருந்தோ அதுக்கு ஜஸ்ட்டு அதுக்கு டபுளாக வந்து കഷ്ടപ്പാടും ബഹളവും പ്രശ്നയ്ക്ക് മേൽ പ്രശ്നം അങ്ങനെ വന്ന് ഓരോ കാര്യങ്ങളും വന്നു കഴിയുമ്പോഴത്തേക്ക് ഇയാൾ ആകെ അങ്ങ് തകരുന്നതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടിയെ കാണാതാകുക. അപ്പോൾ ഈ കുട്ടിയെ കാണാതാകുമ്പോൾ ഉണ്ടാകുന്ന ഇയാളുടെ മാനസികമായിട്ടുള്ള ഒരു പ്രയാസം, ഒരു ദുഃഖം, പിന്നെ കഥ പോകുന്നത് ഈ കഥാപാത്രത്തെ മാത്രം ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. ഇയാൾ എവിടെ പോകുന്നു, എന്ത് പോകുന്നു, എങ്ങനെ പോകുന്നു, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ അല്ലേ, അതൊരു അതായത് ചില സമയത്ത് മാറുകയാണ്, വേറെ കഥാപാത്രമായിട്ട് മാറ്റുക. അപ്പോൾ ഇതിനകത്ത് എല്ലാ രീതിയിലും ഫൈറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാടൻ തല്ല് പോലെ ഒരു സാധനം ചെയ്യുന്നുണ്ട്. നല്ല സോങ്, 2 സോങ് ഉണ്ട്. അത് എനിക്ക് ഞാനന്ന് രഘുവായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഒരു മലയാളം പടത്തിൽ 2 സോങ്, അതും തമിഴ്, രണ്ടും തമിഴ്. അതാണ് അതിൽ ഒരു പാട്ട് പാടിയിരിക്കുന്നതിനകത്ത് പിന്നെ മുരളി അപ്പാടെന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് പാടുന്നത്. അത് ഭയങ്കര അതായത് ഫസ്റ്റ് പാട്ട് തന്നെ ഞാൻ നേരത്തെ പാടിയ 4 വരി ആണെങ്കിൽ കൂടി രണ്ടാമത്തെ പാട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള സെൻറ്റിമെൻറ്റ് സാധനമാണ്. അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തല്ലേ. ഡബിങ് തിയേറ്ററിൽ അതെ ഒരാൾ പോലും കരയാതിരുന്നില്ല. അത് ഡബിങ് തിയേറ്റർ ഇട്ട് കാണിച്ചപ്പോൾ അവർ തന്നെ കരച്ചിൽ ഒന്നുന്നുള്ള. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ എൻ്റെ ഭാര്യയായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അതാണ് വേറെ, അതായത് ഒരു കുടുംബം മൊത്തം ഒരു സിനിമയിലേക്ക് വരികയാണ് അല്ലേ. ഒരു കുടുംബമല്ല, കായംകുളം നിവാസികളെ, കായംകുളത്ത് മങ്കുഴി നിവാസികളെ നല്ലൊരു ശതമാനം ആൾക്കാരെ, പിന്നെ കായംകുളമുണ്ട്, മാവേലിക്കരയുണ്ട്, അരിപ്പാടുണ്ട്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി കൊണ്ടുവന്നൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതൊരു ഭയങ്കര രസകരമായിട്ടാണ്. പിന്നെ ഓരോ വീടുകളിൽ കയറി ചാണ മൂർച്ചപ്പെടുത്തുക. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ചാണ ആദ്യം ഇദ്ദേഹം ഒരു എത്രയാണെന്ന് വെച്ചാൽ കാശ് ചിലവാക്കിയത് 10,000 രൂപയ്ക്ക് മേളിലൊരു ചാണ റെഡിയാക്കി എടുത്തു. പക്ഷേ ആ ചാണ വെയിറ്റ് കൂടുതലാണ്, അത് തൂക്കിക്കൊണ്ട് നടക്കാൻ പാടായതുകൊണ്ട് ഞാനൊരു 7,000 രൂപ മുടക്കിയിട്ട് വീണ്ടും ഒരു ചാണ ഉണ്ടാക്കി. അതാണ് യഥാർത്ഥ ചാണ. അതാണ്. അപ്പോൾ താങ്കളുടെ പിന്നെ അനുഭവ രീതികൾ അതിനകത്ത് കൂടുതൽ എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? അതിനകത്ത് പറഞ്ഞാൽ ഇത് എൻ്റെ നാടിനെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാർ സിനിമ കാണുമെന്നല്ലാതെ എങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇപ്പം ആ നാട്ടിലെ ജനങ്ങൾ മൊത്തം ഒരു ത്രില്ലിലാണ്. ആ ഗ്രാമം, കായംകുളം, മങ്കുഴി കെട്ടാൻ നമ്മുടെ പ്രദേശങ്ങൾ മൊത്തം ഇത് എപ്പം ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഉടനെ കാണാൻ പോകും. അത് ഭയങ്കര രസകരമായൊരു സംഭവമാണ്. കാരണം അതൊക്കെ സത്യത്തിൽ മങ്കുഴി നിവാസികൾ മാത്രമല്ല, വീടുകളിലുള്ള അമ്മമാർ. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്, ആദ്യത്തെ പാട്ട് ഞങ്ങൾ ചെയ്തത് നമ്മുടെ പുനലൂരാണ്. പുനലൂർ തെങ്കാശി ഏരിയയിലുള്ള ഫോറസ്റ്റിനകത്താണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ രസം 2 സൈഡും ആനകൾ നിൽക്കുകയാണ്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ആനയെ കൊണ്ടുവരാൻ ഒക്കത്തില്ല, ഫോറസ്റ്റ് പെർമിഷനോട് കൂടിയാണ് ഞങ്ങൾ പോയത്. പക്ഷേ സിനിമയ്ക്കകത്ത് ആനയെ കൊണ്ടുവരാൻ വയ്യാത്തൊരു സെറ്റപ്പാണ്. അപ്പോൾ അതും പേടിച്ചാണ് സത്യത്തിൽ അത് ചെയ്തത് അല്ലേ. നമ്മൾ വളരെ പ്രയാസപ്പെട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗവും പടം
ഏകദേശം ഇപ്പോൾ തീരാറായ പടം വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന എഫർട്ട് എന്ന് പറഞ്ഞാൽ ക്യാമറ ആയാലും എല്ലാം ഒരു കാട്ടിൽ വെച്ച് ചെയ്യുന്നതാണ്. വലിയൊരു ഫോറസ്റ്റ് ഏരിയയാണ്. പ്രത്യേകിച്ച് ആനയും മൃഗങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ്. അതിനകത്ത് രാത്രി ചെന്ന് അകപ്പെട്ട് പോയെന്നുണ്ട് അതിൽ നിന്ന് ഊരി വരാൻ വലിയ പാടാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ചിലപ്പോൾ തിയേറ്ററിലായിരിക്കാം, ചിലപ്പോൾ OTT ആയിരിക്കാം, ഇറ്റ് ഡിപ്പെൻസ്, നമുക്ക് പറയാൻ. പക്ഷേ എന്തായാലും ശരി, അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമായിരിക്കും. അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ആൾക്കാർ പറയുന്നത് അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ, കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ, കാണപ്പെടുന്ന ദൈവമല്ലേ എന്ന് പറയുന്നത്. ഈ അമ്മ എന്ന് പറയുമ്പോൾ അതിനകത്ത് അല്പം ഒരു സെൻറ്റിമെൻറ്റ്സ് എൻ്റെ മനസ്സിൽ കൂടെ ഓടുന്നുണ്ട്. എന്താണെന്ന് കേൾക്കണ്ടേ? അത് ഞാൻ പറയാം, ഇത് കഴിഞ്ഞ് പറയാം. എന്തായാലും സിനിമയുടെ വിശേഷങ്ങൾ ഇനിയുണ്ട്. ഈ കത്തിരാകുന്നത് നിങ്ങൾ കണ്ടു. ഇനി റോഡിൽ പോയി കത്തിരാകുന്ന കാര്യം നിങ്ങൾക്കൊന്ന് കണ്ട് അത് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടിട്ട് വീണ്ടും നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അതല്ലേ നല്ലത്? റൈറ്റ്. വേറിട്ട പ്രമേയവും വ്യത്യസ്തമായ അവതരണവും കൊണ്ട് ഏറെ പുതുമയുള്ള ചിത്രമാണ് ചാണ. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ എറണാകുളം തമ്മനത്തെ K സ്റ്റുഡിയോയിൽ പുരോഗമിക്കുകയാണ്. ഉപജീവനത്തിനായി തെങ്കാശിയിൽ നിന്ന് തന്റെ തൊഴിൽ ഉപകരണമായ ചാണയുമായി കേരളത്തിലേക്ക് വരുന്ന ഒരു തമിഴ് യുവാവിന്റെ ജീവിതത്തിലുണ്ടാകുന്ന ആകസ്മിക സംഭവങ്ങളാണ് ചാണയുടെ ഇതിവൃത്തം. സ്നേഹം, വാത്സല്യം, പ്രണയം തുടങ്ങിയ മനുഷ്യവികാരങ്ങളിലൂടെയാണ് ചാണയുടെ പ്രമേയം മുന്നോട്ടു പോകുന്നത്. ഒരു മനുഷ്യന്റെ നിസ്സഹായതയിലൂടെ നമ്മുടെ സാമൂഹ്യ ചട്ടക്കൂടുകളെ രൂക്ഷമായി വിമർശനത്തിന് വിധേയമാക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ചാണയെന്ന് സംവിധായകൻ ഭീമൻ രഘു തന്നെ പറയുന്നു. കഴിഞ്ഞ 45-ലേറെ വർഷത്തെ ചലച്ചിത്ര രംഗത്തെ ഒട്ടേറെ അനുഭവങ്ങൾ എനിക്കുണ്ട്. വളരെ യാദൃച്ഛികമായിട്ടാണ് ചാണ ഞാൻ സിനിമയാക്കുന്നത്. ഒരിക്കൽ ചാണയുമായി തൊഴിലെടുക്കുന്ന ഒരു തമിഴ്നാട് സ്വദേശിയെ പരിചയപ്പെടാൻ ഇടയായി. അദ്ദേഹവുമായി ഏറെ സംസാരിക്കുകയുമുണ്ടായി. അയാളുടെ കൂടി അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചാണ സിനിമയായി മാറുന്നത്. ചിത്രത്തിൽ 2 ഗാനങ്ങളാണുള്ളത്. 2ഉം തമിഴിലാണ്. അതിലൊന്ന് ഞാൻ തന്നെ ആലപിച്ചതാണ്. എല്ലാത്തരം പ്രേക്ഷകരെയും രസിപ്പിക്കുന്ന ഒരു ചിത്രമായിരിക്കും ചാണ. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇന്നേ വരെ ആരും പരീക്ഷിക്കാത്ത ഒരു പ്രമേയം തന്നെയാണ് ചാണയുടേതെന്നും സംവിധായകൻ ഭീമൻ രഘു പറയുന്നു. തെങ്കാശി, കന്യാകുമാരി, ആലപ്പുഴ, കായംകുളം തുടങ്ങിയ പ്രദേശങ്ങളിലായി 3 ഷെഡ്യൂളിലാണ് ചാണ ചിത്രീകരിച്ചിരിക്കുന്നത്. ഭീമൻ രഘുവിനോടൊപ്പം പുതുമുഖ നടി മീനാക്ഷി ചന്ദ്രനാണ് ചിത്രത്തിലെ നായിക. ഇവരോടൊപ്പം നാടകരംഗത്തെ പ്രശസ്തരും പുതുമുഖങ്ങളുമായ നിരവധി താരങ്ങളും ബാലതാരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പം നമ്മളവിടെ നിർത്തിയത് അമ്മയുടെ കാര്യം. ഞാൻ നേരത്തെ പാടിയതുപോലെ ആ അമ്മ കാണപ്പെടുന്ന ദൈവമാണെന്ന് പറയും. എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ജീവിതത്തിൽ എന്നെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വിളിച്ച സമയം മുതൽ അമ്മയടുത്ത് പോയി കാര്യങ്ങളൊക്കെ പോയിട്ട് പറയുമായിരുന്നു. അപ്പോൾ അമ്മയാണ് എനിക്ക് കൂടുതൽ ഇതിനകത്ത് ഉത്തേജനം തന്നത്. നീ പോയാൽ നന്നായിട്ടിരിക്കും, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് അമ്മയാണ് കുട്ടിക്കാലത്ത് എനിക്ക് മറ്റേ മുട്ടയും പാലും വെള്ളമൊക്കെ തന്നിട്ട് തടി വയ്ക്കാനുള്ള ആക്കി കൊണ്ടുവന്നത്. പക്ഷേ അതിലേറ്റവും എനിക്ക് സങ്കടകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ അന്ന് ഈ മലയാള സിനിമ കംപ്ലീറ്റ് ചെന്നൈയിലാണ് ഷൂട്ടിങ്. കേരളത്തിൽ ഷൂട്ടിങ് വളരെ കുറവാണ്. സോങ്ങിനും അതിനൊക്കെ വരുള്ളൂ. പക്ഷേ അന്ന് ഞാൻ AVM സ്റ്റുഡിയോയ്ക്കകത്ത് ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് അന്ന് ഈ മൊബൈലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഫോണൊന്നുമില്ല. ലാൻഡ് ഫോണിൽ എവിടെയെങ്കിലും ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി അറ്റൻഡ് ചെയ്യുക, അങ്ങനെയുള്ളൊരു സമയം. അല്ലെങ്കിൽ രാത്രി ഞങ്ങൾ വല്ല ഹോട്ടലിൻ്റെ താഴെ വന്ന് അതിന് പ്രത്യേക ഒരു സെറ്റപ്പുള്ള ഇതൊക്കെ ഉണ്ട്, പൈസ ആയിട്ട് കൂടി വിളിപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ. പക്ഷെ അന്ന് ഒരു 4:30-5 മണിയായെന്ന് തോന്നുന്നു. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, നാട്ടിൽ നിന്നൊരു ഫോണുണ്ടായിരുന്നു, അമ്മയ്ക്കെന്തോ സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ നേരെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് ഫോണെടുത്ത് വിളിച്ചാൽ പറഞ്ഞു, ഞാൻ രഘുവാണ്, എന്താണ് അമ്മയ്ക്കെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലടാ, നീ എന്തായാലും ഒന്ന് വാ, അമ്മയ്ക്ക് നിന്നെ കാണണം. വിളിച്ച അളിയനെ. അപ്പോൾ എനിക്കൊന്ന് അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി, ഷൂട്ടിംഗ് എല്ലാം ക്യാൻസൽ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ അന്നേരം ഒറ്റ ഇതാണ് മദ്രാസ് മെയിൽ, ട്രിവാൻഡ്രം മെയിൽ, ചെന്നൈ മെയിൽ ഓടുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും ഞാൻ അടിച്ച് 6:50 കണ്ടാണ്. ഞാൻ അടിച്ച് അതിനകത്ത് കയറി. അപ്പോൾ TT പരിചയമുള്ള TT. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്നെ ഒന്ന് രക്ഷിച്ചേ പറ്റുള്ളൂ, എന്ത് പറ്റിയെന്ന്. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബെർത്തുമില്ല, ഒന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അമ്മയുടെ ഒരു അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാനിവിടെ നിന്ന് ടിക്കറ്റ് എഴുതി തരാം, ഒരു അദ്ദേഹത്തിന് എഴുതാമല്ലോ. അപ്പോൾ എത്രയാണ് പൈസ എന്ന് വെച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ കാശ് കൊടുത്ത് എനിക്ക് എഴുതി. അപ്പോൾ ഇരിക്കാനോ കിടക്കാനോ സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു, എനിക്കൊരു ബർത്തുണ്ട്, നമുക്ക് 2 പേർക്ക് കൊണ്ട് ഇരുന്നുറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയായപ്പോൾ വണ്ടി വിട്ടു. ഞാൻ ആഹാരം കഴിക്കുന്നില്ല, ഒന്നുമില്ല. എൻ്റെ മനസ്സിലെന്തോ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമോ വിമ്മിഷ്ടമോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അമ്മയുടെ ഇതല്ലേ.
അപ്പോൾ ഞാൻ കുറച്ച് നേരം ആ കോറിഡോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു, നമുക്ക് വല്ലാതെ സംഭവിച്ചു കാണും, ഇല്ല സംഭവിക്കാൻ വഴിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇവിടെ വന്നിരിക്കും, കുറച്ച് നേരം നിങ്ങൾ ഉറങ്ങും, അല്ല പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇരുന്നിങ്ങനെ വാങ്ങിയപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നത്, ഞാൻ കിടക്കുന്ന മുറി, ഞാനും എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും കിടക്കുന്ന മുറിയിൽ അമ്മ ഇങ്ങനെ മരിച്ചു കിടക്കുക. ഓ, മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് ചാടിയ, കരഞ്ഞുകൊണ്ട് ചാടിയിരുന്നു. അപ്പോൾ ടി ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ഞാനിത് പറഞ്ഞു, അത് നിങ്ങളുടെ തോന്നലാണ്, മനസ്സിലെ വിചാരം കൊണ്ട് തോന്നുന്നു, അല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഒരു കാര്യം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങിയില്ല. അങ്ങനെ ആ രാത്രി മുഴുവൻ ഞാൻ ഇരുന്നിരുന്ന് നേരം വെളുപ്പിച്ച് കോട്ടയത്ത് വന്ന്, എന്ന് ചങ്ങനാശ്ശേരിയില്ല താമസം, കോട്ടയത്ത് വന്നു കഴിഞ്ഞ് കോട്ടയത്ത് നിന്ന് കോറിഡോറിൽ അല്ല കമ്പിയെ പിടിച്ച് നിൽക്കുകയാണ്. കാരണം എൻ്റെ മനസ്സിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മ മരിച്ചെങ്കിൽ അളിയനോ അച്ഛൻ വരത്തില്ല, വേറെ ആരെങ്കിലും എന്നെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ കാണും. ഇതെൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഉറങ്ങാതിരിക്കുക. അപ്പോൾ ഞാൻ ആ പ്ലാറ്റ്ഫോം പാസ് ചെയ്ത് വന്നപ്പോൾ അളിയച്ചാർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ കൺഫേം ആക്കി, അമ്മ ഇസ് നോ മോർ. അപ്പോൾ ഇറങ്ങി, ഞാൻ ഒന്നും മിണ്ടില്ല, വണ്ടി കയറി ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ തലേന്ന് രാത്രിയിൽ എങ്ങനെ സ്വപ്നം കണ്ടോ അതേപോലെ എൻ്റെ റൂമിനകത്ത് എൻ്റെ അമ്മ വെച്ച് കിടക്കും. ഒരുപാട് കരഞ്ഞു. പക്ഷേ പ്രയോജനമില്ല, പോയില്ല, കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വലിയ പ്രയാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ സാരമില്ല, ഇപ്പം നമ്മൾ ജനിച്ചാൽ ഒരിക്കലും മരിക്കണം. പക്ഷേ എൻ്റെ അമ്മ 51ാമത്തെ വയസ്സിൽ മരിച്ചതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. ഒരു സിനിമാടനായിട്ട് അമ്മയെ കൈത്തണ്ടിലേറ്റ് കൊണ്ട് നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കത് പറ്റിയില്ല. അതെന്താ? അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രയാസം. അപ്പോൾ അതൊരു ഒരു 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 ഇതായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? നമ്മൾ പറഞ്ഞത് ഈ സിനിമയിൽ ഒരു വീട്ടിലെ ഒരമ്മയെങ്കിലും ഇത് കണ്ടാൽ ആ വീട്ടിലെ മുഴുവൻ ആൾക്കാരെ ഈ സിനിമ കാണാൻ പറഞ്ഞു. അല്ല, അതിൻ്റെ വേറെ രസം ഇതിനകത്ത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു കൊമേഴ്സ്യൽ ടച്ചസ് ഉള്ള ഒരു സിനിമ എല്ലാം ഉണ്ട് അതിനകത്ത്. പാട്ടുണ്ട്, പിന്നെ കൊച്ചു പിള്ളേരുടെ പ്രോഗ്രാംസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റുണ്ട്. പിന്നെ അതുമല്ലാതെ ഈ പാവപ്പെട്ട ആൾക്കാർക്ക്, അതായത് നീതി ലഭിക്കാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്കുള്ള ഒരു, അവർക്ക് എങ്ങനെ ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല. അതെ, അതായത് പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട്, കോടതിയിൽ പോകുന്നുണ്ട്, അവസാനം അവിടുത്തെ ജനങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നു. ഇയാളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ട് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണെന്നുള്ളത് ചോദിച്ച് നടക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഒരു വേറൊരു വെറൈറ്റി ആയിട്ട്. വേറൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതുപോലെ താമസിച്ചാലും നമുക്ക് ഈ ഒരു അവസ്ഥ വരാം. തമിഴ്നാട്ടിൽ നിന്ന്, അതെ, ഇത് അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചേക്കേറിയതാണ്. അപ്പോൾ ആ ഒരു പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇയാളുടെ മനസ്സിലുണ്ടെങ്കിലും ഇതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. എന്നെ എന്താ പറയുക, പല ആദ്യകാലം മുതൽ ഹീറോ ആയിട്ട് വന്നു, പിന്നെ ഞാൻ വില്ലനായിട്ട് വന്നു, പിന്നെ കൊമേഡിയനായിട്ട് വന്നു, പിന്നെ എന്താ പറയുക ഫാദർ കഥാപാത്രങ്ങളായിട്ട് വന്നു. ഇങ്ങനെയൊക്കെ വന്നെങ്കിലും ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഭാവം അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന് എത്രമാത്രം, അതായത് നിങ്ങളുടെ ജനങ്ങളിലേക്ക് അത് എത്രമാത്രം എടുക്കും എന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും അത് വരും. അങ്ങനെ തന്നെ ഇതിനകത്ത് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനൊരു കഥാപാത്രത്തെ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് പാടുപെട്ടു. അതായത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാളെ കാണുകയും അദ്ദേഹമായിട്ട് കൂടുതൽ സംസാരിക്കാനും, അദ്ദേഹത്തിൻ്റെ ഞാനിപ്പോൾ ഈ കയ്യിലെടുത്ത് ഇരിക്കുന്ന ചാണ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും, ആ ഡിസ്കഷനിൽ കൂടി ഒരു കഥയുണ്ടാക്കാൻ സാധിച്ചു. എന്നെ അജി ഐലറ എന്നും പറഞ്ഞാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്, തിരക്കഥ സംഭാഷണം എഴുതിയിരിക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു കഥയുണ്ടാക്കി, അതൊരു വളരെ നാളുകൾ ഇതിൻ്റെ പുറകിൽ നടന്നതിന് ശേഷമാണ് ഞങ്ങളിങ്ങനൊരു സംരംഭത്തിലേക്ക് തിരിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ കഥാപാത്രം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായി. അതിനുശേഷമാണ് ഈ കഥ തുടങ്ങുന്നത്, ഷൂട്ടിംഗ് തുടങ്ങാൻ ഞങ്ങൾ ഏർപ്പാടാക്കുന്നത്. അതിനൊരുപാട് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ഞങ്ങൾ സഹിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞാണ് ഞങ്ങളിത് ഉണ്ടായത്. തീർച്ചയായിട്ടും എനിക്കത് ഒരു നല്ല രീതിയിലൊരു പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അത് ഈ പാവപ്പെട്ടവരുടെ ഒരു കഥയാണിത്. കാരണം ഒരു ചാണയം കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ
ഒരിക്കലും ആ കുടുംബത്തിൽ ഞാൻ പോവുകയും ആ കുടുംബത്തിൽ അവരുടെ ലൈഫ് അവരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി, എന്താണ് നിങ്ങളുടെ ഈ ലൈഫ്, അവർക്ക് എന്ത് കിട്ടും ഒരു ദിവസം, ആ കിട്ടുന്നതിൽ നിന്ന് ഒരു ദിവസം എത്ര രൂപ വെച്ച് ചിലവാക്കിയാൽ എത്ര രൂപ നമുക്ക് മിച്ചം പിടിക്കാൻ സാധിക്കും. സത്യത്തിൽ ഒന്നും മിച്ചം പിടിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ്. അതിലൊരു കുടുംബം എങ്ങനെ നടത്തിക്കൊണ്ട് പോവുക, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു പരാമർശം ഇതിനകത്ത് ചെറിയ രീതിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വിടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു പ്രത്യേക സുഖമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് തന്നെ അതിനകത്ത് പല പ്രയാസങ്ങളും ദുഃഖങ്ങളും, ഇപ്പോൾ നേരത്തെ നമ്മുടെ രഘു കായംകുളം എന്നോട് ഉണ്ടായിരുന്നു, അവൻ എന്നോടൊക്കെ പറഞ്ഞത് ഗ്ലിസറിൻ ഇടാതെ തന്നെ ഞങ്ങളിതിനകത്ത് എല്ലാവരും കരഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിൻ്റെ സിറ്റുവേഷൻസ് പോകുന്നത്. നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത്. കൂടുതൽ എന്താ പറയുന്നത്, അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പഠിച്ചു. അതായത് എനിക്ക് നേരത്തെ മുതലൊരു ഇതുണ്ട്, ഒരു കഥാപാത്രം എൻ്റെ കിട്ടിയപ്പോൾ വില്ലനാണ് കൂടുതൽ ചെയ്ത പോലീസ് ഓഫീസറാണ്. ഓഫ് കോഴ്സ് ഞാനൊരു പോലീസ് ഓഫീസറായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഉടയും എൻ്റെ ശരീരവും ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിന് ഫിറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ പല പടത്തിൽ വന്നാൽ കൂടിയും ഞാൻ പല ദിവസങ്ങളും ആരും അറിയാതെ അതിന് റിഹേഴ്സൽ എടുക്കുമായിരുന്നു. ബാത്റൂമിലൊക്കെ കയറുമ്പോൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കണ്ണാടി എടുത്ത് വെച്ച് അന്ന് ചെയ്ത കഥാപാത്രത്തിന് ഡിഫറൻ്റായിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഈ ചാണ എന്ന് പറഞ്ഞ കഥാപാത്രം, കനകൻ എന്ന് പറഞ്ഞ കഥാപാത്രം എൻ്റെ കിട്ടിയപ്പോൾ ഞാൻ പല ദിവസങ്ങളിലും എനിക്ക് തമിഴ് കുറച്ച് ഫ്ലുവൻ്റായിട്ട് വരുന്നുണ്ട്. എൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ അജി എൻ്റെ അടുത്ത് ചേട്ടാ ഇതൊന്ന് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞു. മലയാളമാണ്, പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് എന്നെ തമിഴിലേക്ക് മാറ്റുകയും അതിനകത്ത് ഒരുപാട് നൈസായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത് ഒരു വളരെ രസകരമല്ല, കാരണം ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കുന്ന ഭീമൻ രഘു എന്തോ കോടീശ്വരനാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. കോടീശ്വരനൊന്നുമല്ല, കോടിയുടെ ഈശ്വരനാണ്. ഈശ്വരനെ മുന്നിൽ കണ്ടാണ് ഞങ്ങൾ ഇതിനൊക്കെ ഇറങ്ങുന്നത്, അല്ലാതെ കയ്യിൽ കാശ് വെച്ചിട്ടോ ഒന്നുമല്ല ഇറങ്ങിയത്. പക്ഷേ എന്തുകൊണ്ടോ എവിടെയോ ദൈവം അനുഗ്രഹിച്ചു, അത് വളരെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അതൊക്കെയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് ഇത് മാറും, അതിൽ യാതൊരു സംശയം വേണ്ട. ഇത് കനകൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഭീമൻ രഘു അവതരിപ്പിക്കുന്ന ഒരു സാധനമാണ് അല്ലേ. പക്ഷേ ഇതിനകത്ത് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ദുഃഖവും പല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റും അടങ്ങിയൊരു കഥയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇത് വന്ന് കാണണം. കണ്ടാൽ മാത്രം പോരാ, ഞങ്ങളുടെ ടീമിനെയും അനുഗ്രഹിച്ച് നല്ല പേരും പ്രശസ്തിയും നിങ്ങളുണ്ടാക്കി തരികയാണ്. അതായത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് പടം നല്ലതാണോ ചീത്തയാണോ. ഒരു പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയും അതിമനോഹരമായിട്ടുണ്ട്, അത് നന്നായിട്ട് ഓടും. അപ്പോഴല്ല ഓടുന്നത്. പടം ജനങ്ങൾ കണ്ടു കഴിഞ്ഞ് വിധി എഴുതുന്നതിൻ്റെ വിധികർത്താക്കൾ നിങ്ങളാണ്. അപ്പോൾ ആ വിധിയിൽ കൂടിയാണ് ഈ പടത്തിൻ്റെ കാര്യങ്ങളെല്ലാം കിടക്കും. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ വരും എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ ആ വിശ്വാസം നിലനിർത്തേണ്ടത് പൊതുജനങ്ങളായ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭീമൻ രഘു ഇതാ ചാണകമായിട്ട് വരാൻ പോവുകയാണ്. ഇതാണ് ചാണ, നേരത്തെ കണ്ടല്ലോ, ഇതാണ് ചാണ. അതിലൊരു സുഖം വേറെയാണ് അല്ലേ. ആ തീപ്പരിയും ബഹളങ്ങളും ഇത് തന്നെ നിങ്ങൾക്ക് സിനിമയിലും കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് തന്നെ ആയിരിക്കും ഈ പടവും. കാണുക, കണ്ട് അനുഗ്രഹിക്കുക. നിങ്ങളുടെ ഭീമൻ രഘുചേട്ടൻ. താങ്ക് യു വെരി മച്ച്.